ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടേബിളാണിത്. ടേബിളിൻ്റെ പുറത്ത് ചെറിയൊരു കബോർഡ് ഉണ്ട്. ഗ്ലാസ് ഡോറാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ട്രോളി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. 21 ബാസ്ക്കറ്റിൻ്റെ ട്രോളിയാണിത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. കോർണർ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പിലത്തെ കോർണറും അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഡബിൾ ഡോറായിട്ട് കൊടുക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണ് ഫുള്ള് അലുമിനിയം കബോർഡുകളാണ് വരുന്നത്. അതായത് അകത്തും പുറത്ത് ഷട്ടറുകളും അലുമിനിയമാണ്. പൗഡർ കോട്ടിംഗ് ആണ്. ഇഷ്ടമുള്ള കളർ നമ്മൾ പൗഡർ കോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഡബിൾ ഷീറ്റാണ് സാധാരണ ഉപയോഗിക്കാറ്. ഷട്ടറിനെല്ലാം അകത്തും പുറത്തും ഡബിൾ ഷീറ്റാണ് ഉപയോഗിക്കാറ്. പുറത്ത് കളർ ഷീറ്റും അകത്ത് വൈറ്റുമാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. ഇത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം ചൂസ് ചെയ്ത കളറാണിത്. ആൾക്ക് ലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. ഇവിടെ ഒരു ഒഴിവില്ല. അവിടെ ഡിഷ് വാഷർ വെക്കാനുള്ള സ്പേസ് ആണ്. പിന്നെ വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ബിന്ന് ഡബിൾ ആയിട്ടുള്ളത് ചെറിയ വേസ്റ്റ് ബിന്നാണ് ചെയ്തിട്ടുള്ളത്. സിങ്ക് 80 സെൻറ്റിയുടെ സിങ്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ സിങ്ക് മതി എന്ന് കസ്റ്റമറുടെ താല്പര്യപ്രകാരം ചെയ്തതാണ്. ഈ സൈഡത്തെയും കോർണർ കബോർഡ് സെയിം രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ട്രോളി കൂടെ തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുക്കിംഗ് റേഞ്ച് വരാനുള്ളതാണ്. അവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടില്ല. കുക്കിംഗ് റേഞ്ച് വെക്കാനുള്ളിടത്താണ് അങ്ങനെ ഒഴിവിട്ടിട്ടുള്ളത്. അതുപോലെ 3 ഡ്രോവർ കുക്കിംഗ് റേഞ്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ 3 ഡ്രോവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ടേബിൾ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടെ ഇരുന്നിട്ട് എന്ന് കരുതിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷട്ടറും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചണാണ്, അധിക വലിപ്പമൊന്നുമില്ല. ചെറിയൊരു കിച്ചണാണ്, സിമ്പിൾ കിച്ചൺ.